ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസമാണ് കേട്ടോ, ചെക്കപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഇന്നാണെങ്കിൽ നല്ല അടിപൊളി മഴയായിരുന്നു കേട്ടോ. അപ്പോൾ മഴയൊക്കെ താന്നതിന് ശേഷമാണ് ഞങ്ങൾ ഒന്ന് ഇറങ്ങിയത്. പിന്നെ പോണ വഴിക്ക് ഒരു ബ്ലോക്കിലും പെട്ടു. എന്താണെന്നറിയില്ല, അവിടെ ഒരു വണ്ടി ജാമായി കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊരു 5 മിനിറ്റോളം അവിടെ നിന്നിട്ടാണ് പിന്നെ പോകാൻ പറ്റും. വണ്ടിക്ക് എന്താ പറ്റിയെന്ന് അറിയില്ല, അതൊരു സ്കൂൾ വണ്ടിയായിരുന്നു. ജാമായിട്ട് അങ്ങോട്ടും നീങ്ങണില്ല അങ്ങോട്ടും നീങ്ങണില്ല, അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വേറൊരു വഴി കൂടെ ചുറ്റിക്കറങ്ങിയിട്ടാണ് പോയത്. ഇവിടെ വന്നപ്പോൾ ഇതന്നെ അവസ്ഥ, ഫുള്ള് ബ്ലോക്കാണ്. അവിടെ പിന്നെ ഒരു 5 മിനിറ്റോളം അവിടെ നിന്നു, പിന്നെ നമ്മൾ പോയത് കേട്ടോ. അങ്ങനെ അതാ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. അവിടുത്തെ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഇവിടെ നല്ല ക്യൂ ആണ് കേട്ടോ. ബ്ലഡ് എടുക്കാൻ വേണ്ടി ബില്ലടക്കാനുള്ള ക്യൂ ആണ് ഈ കാണുന്നത്. നമ്മളൊരറ്റത്തു നിന്ന് ഒരറ്റം വരെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഈ ബോട്ടിലൊക്കെ വാങ്ങിയിട്ട് തിരിച്ചിവിടെ വന്നപ്പോൾ വീണ്ടും ഇവിടെ ക്യൂ ആണ് കേട്ടോ ഗൈസ്. ഫ്രാങ്കോ, ഞാൻ പെട്ടു എന്ന് പറഞ്ഞില്ലേ, എന്നൊരവസ്ഥയായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പം എന്താ ചെയ്യുക, ക്യൂവിൽ നിൽക്കാതെ അതിനകത്ത് കയറാനുള്ള ഒരു വഴിയില്ല. അങ്ങനെ ക്യൂ ഒക്കെ നിന്ന് നമ്മൾ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് പുറത്ത് വന്ന് ഇനിയിപ്പം നേരെ വണ്ടിയിലൊന്ന് എണ്ണ അടിക്കണം. എണ്ണ തീർന്നിരിക്കുകയാണ്, എവിടെ വണ്ടി നിൽക്കുകയെന്ന് അറിയില്ല. അങ്ങനെ നമ്മൾ പമ്പ് കയറി എണ്ണയൊക്കെ അടിച്ച് പിന്നെ നേരെ നമ്മൾ വിട്ടത് നമ്മുടെ ലുലു മാൾക്കാണ് കേട്ടോ. നമ്മൾ പിന്നെ എവിടെ പോയാലും കറങ്ങി തിരിഞ്ഞ് ലുലു മാളിൽ എത്തുമല്ലോ, അവിടെ കയറിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ നമ്മളങ്ങനെ നേരെ ലുലുവിൽ പോയി. കുറച്ച് പർച്ചേസിങ് ഉണ്ടായിരുന്നു. ആദ്യം നമ്മൾ പോയത് ലുലു ഫാഷനിലാണ് കേട്ടോ. അവിടെ പോയപ്പോൾ അധികം തിരക്കും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ അടിപൊളി കളക്ഷനാണ് കേട്ടോ. ഏതേതാ നമ്മൾ എടുക്കണമെന്ന് അറിയാൻ പറ്റില്ല. അടിപൊളി കളക്ഷൻ വന്നാൽ അടിപൊളി കളക്ഷനാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു ഐറ്റം സെലക്ട് ചെയ്ത് നമ്മളവിടെ നിന്ന് നേരെ ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ മേലെ പോയി നോക്കിയപ്പോൾ ഒരു കൗതുകപരമായ ഒരു കാഴ്ച കണ്ടു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഈ സംഭവം. ഇത് സംഭവം സെൻസറാണ്. നമ്മളവിടെ ആരെങ്കിലും ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഇത് വർക്ക് ചെയ്യുള്ളൂ കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ ജീവനുള്ള പോലെ തോന്നും. നല്ലൊരു ക്യൂട്ടായിട്ട് തോന്നിയിട്ടാ. അങ്ങനെ പിന്നെ നമ്മൾ നേരെ പോയത് ഹൈപ്പറിലാണ്. ഹൈപ്പറിൽ പോയി ആദ്യമായിട്ടാണ് ഞാൻ ലുലു മാൾ എത്ര തിരക്കില്ലാതെ കാണുന്നത് കേട്ടോ. നമ്മൾ സാധാരണ രാത്രിയാണ് ഇങ്ങോട്ട് വരാറ്, അപ്പോൾ ഭയങ്കര തിരക്കായിരിക്കും. പക്ഷേ പകൽ ഒരു ഈച്ചനാട്ട ആളില്ല എന്ന് പറഞ്ഞില്ലേ, ആ ഒരവസ്ഥയാണ് കേട്ടോ. ഇവിടെ അതാ നമ്മുടെ എന്താ പറയുക, ദീപാവലിയൊക്കെ ആയിട്ട് സ്വീറ്റിൻ്റെ മേള നടക്കുന്നുണ്ട്. ലഡ്ഡു, ജിലേബി, മൈസൂർ പാക്ക് അങ്ങനെയുള്ള ഐറ്റംസുകൾ കേട്ടോ. പക്ഷേ എനിക്കതിലൊന്നും വലിയ താല്പര്യമില്ല. എനിക്ക് താല്പര്യമുള്ളത് ഇതാ ഈ ഒരു സംഭവമൊക്കെയാണ് കേട്ടോ, ചോക്ലേറ്റ് ഐറ്റംസാണ്. അങ്ങനെ നമ്മളിതാ ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി ഇക്കതങ്ങനെ നടന്ന് നോക്കണുണ്ട് എന്താ എടുക്കേണ്ടത് എന്നുള്ള അതിൽ. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി നമ്മളിങ്ങനെ നടക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബില്ല് പേ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നേരെ വീട്ടിൽ പോയി കേട്ടോ. മഴ വരുന്നതിന് മുന്നേ വീട്ടിലെത്തണം, മക്കൾ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടാവും എന്ന്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ബായ്.